ഇത് ഒരു ചുരിദാറിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ചുരിദാർ ഞാൻ ഇപ്പോൾ അളവെടുക്കാതെ ചുരിദാർ ഇപ്പോൾ എല്ലാവർക്കും തയ്ക്കാൻ മിക്കവാറും തയ്ക്കാൻ അറിയുന്ന കാര്യമായിരിക്കും. ഇതിപ്പോൾ 2 പീസായിട്ട് വന്നതാണ്. ഇതിവിടെ ഇങ്ങനെ മുകളിലൂടെ തയ്യൽ അത് 2 ഞാൻ അഴിച്ചെടുത്ത് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട് 2 പീസായിട്ട്. അത് എൻ്റെ വീഡിയോ ആയിട്ട് കാണിക്കാം. ഇത് അളവെടുക്കാതെ തയ്ക്കുന്നതാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ അഴിച്ചെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അഴിച്ചെടുത്തില്ലെങ്കിൽ ഇറക്കത്തിൽ വ്യത്യാസം വരും, പിന്നെ ഈ ഡിസൈൻ തിരിഞ്ഞ് വരും. ഇതിവിടെ തയ്ക്കുമ്പോൾ ഡിസൈൻ തിരിഞ്ഞാണ് വരുന്നത്. പിന്നെ ഇതിവിടെ ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് ഇത് ഫ്രണ്ടിലെന്ന് പറഞ്ഞത്. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കൊരു അളവ് ചുരിദാർ ഇതിന് മേലേക്ക് മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ തുണി ഇതിങ്ങനെ ഇവിടെ തയ്യൽ തുമ്പ് വിട്ടിട്ട് താഴോട്ട് വെച്ചിട്ട് കറക്റ്റ് അളവായിട്ട് ഇടുക. നന്നായിട്ട് പിടിച്ച് വെച്ചിട്ട് എല്ലാം നല്ല ലെവലാക്കിയിട്ട് ഇടുക. എന്നിട്ട് ഇതിലൂടെ ചേർത്ത് തന്നെ വരച്ചെടുക്കണം. ഇവിടുത്തെ കഴുത്തിൻ്റെ അകലം ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിരുന്നാൽ മതി. ക്യാൻവാസാണ് കഴുത്ത് വെട്ടുന്നത് തയ്ക്കുന്നത്. ആം ഹോളിൽ ഇവിടെ അടയാളപ്പെടുത്തി ഇത് കറക്റ്റ് ഇതിലൂടെ ചേർന്ന് തന്നെ ഈ അടയാളം ഇപ്പോൾ ചോക്കിൻ്റെ കളർ കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ നിന്ന് ഇതിങ്ങനെ താഴോട്ട് വരയ്ക്കുക. ഇതിൽ ചേർത്ത് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ താഴോട്ട് വരച്ചെടുക്കണം. താഴെ നമുക്ക് പിന്നീട് കുറച്ച് ചരിച്ചിവിടെ ഇങ്ങനെ ചരിച്ച് വിട്ടിരുന്നാൽ മതി. ആം ഹോള് ചിലർക്ക് എത്ര അളവ് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം ചെസ്റ്റ് റൗണ്ട് ഇതിപ്പം ഇതെങ്ങനെ എടുക്കും, ആം ഹോൾ എങ്ങനെ എടുക്കും, ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. ഇതിപ്പം എത്ര തയ്യൽ അറിഞ്ഞുകൂടാത്തവർക്കും പഠിക്കാത്തവർക്കും എല്ലാം അതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് വിടണം. ഇതുപോലെ ഇങ്ങനെ വെട്ടി എടുക്കരുത്. തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമേ വെട്ടിയെടുക്കാവൂ. കറക്റ്റ് ആം ഹോളിൻ്റെ ഈ ഇവിടെ നമ്മൾ കൈയുടെ ഈ പുറകുവശം എടുക്കണം. ഫ്രണ്ട് നമ്മൾ കയറ്റി വെട്ടിയിട്ടുണ്ടാവില്ലേ, അത് വെച്ച് അവിടെ ഇങ്ങനെ എടുക്കരുത്. ഇത് കറക്റ്റ് ഇത് വെച്ചിട്ട് വരയ്ക്കാം. നമുക്കിവിടെ ഒരു കൈ ഒരു വിരലിങ്ങനെ വെച്ചിട്ട് ആ തയ്യലിൽ കൂടെ ഇതിങ്ങനെ വരച്ചെടുക്കാം. ഇതിങ്ങനെ വരച്ചെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ അതങ്ങനെ വരയ്ക്കുന്നില്ല. ഇതിൻ്റെ 2 അറ്റം മാത്രം അടയാളപ്പെടുത്തുന്നേ ഉള്ളൂ. ഇവിടെ അടയാളപ്പെടുത്തി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചെടുക്കും. തുണിയുടെ കളറ് ചോക്കും കൂടെ അറിയാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഇത് ആദ്യമേ ഞാൻ വേറൊരു കളർ കൊണ്ട് വരച്ചത് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നീല എടുത്തു. ഇതിപ്പം അതവിടെ ഷോൾഡർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് കണ്ടോ ആം ഹോള്. ക്യാമറയൊക്കെ എനിക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 7 ഇഞ്ചാണ് എടുത്തത്. നമ്മൾ അതൊന്നും അളവൊന്നും വേണ്ട. ചുരിദാർ വെച്ച് വരച്ച് ഇത് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ എടുത്താൽ മതി. ഞാൻ പിന്നെ ഇത് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അത് വരച്ച് ഇത് കറക്റ്റ് ഇതിങ്ങനെ എടുക്കുക. ഇതിങ്ങനെ താഴെ വരെ കൊണ്ടുവരിക. താഴെ വരെ കാണുന്നത് ഇങ്ങ് വരെ വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്തെടുക്കാനും വരയ്ക്കാനും പ്രശ്നമില്ല. നമുക്ക് ഇതുപോലത്തെ ഒരു സ്കെയിലുണ്ടെങ്കിലുണ്ടല്ലോ, ഇതിങ്ങനെ ഒരു വളഞ്ഞൊരു സ്കെയിലുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് അതങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. വരച്ചെടുത്തിട്ട് വെട്ടി നമുക്ക് തെറ്റിപ്പോവില്ല. അതുകൊണ്ട് അളവൊന്നും വരയൊന്നും തെറ്റിപ്പോവില്ല, കയറി ഇറങ്ങിപ്പോവില്ല. പിന്നെ ഇത് വരച്ചതിന് കറക്റ്റ് അളവ് ചുരിദാർ കറക്റ്റായിട്ട് വെച്ച് വരച്ചതിന് ശേഷം പിന്നീട് ഇവിടെ ഒരു 2 ഇഞ്ച് 1.5 മുതൽ 2 ഇഞ്ച് വരെ വിടുക. അതിൽ കൂടുതലൊന്നും വിടേണ്ട കാര്യമില്ല. 2 ഇഞ്ച് തന്നെ അധികമാണ്. 1.5 ഇഞ്ച് മതി. ഇവിടം വരെയൊക്കെ മതി. ഒരു 1.5 ഇഞ്ചോളം വിട്ടിട്ട് അതിന് ശേഷം പിന്നെ ഓരോ ഇഞ്ച് വീതം വിട്ട് താഴെ വരെ വരച്ചെടുത്താൽ മതി. ഈസി ആയിട്ട് വരച്ച് നമുക്ക് എടുക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെ മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു 1.5 ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഇതിങ്ങനെ സ്ക്വയറായിട്ടല്ലേ നമ്മൾ വരച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ പകുതി എടുക്കണം. ഇത് നമ്മൾ 7.5 ഇഞ്ച് ആയതുകൊണ്ടാണ് ഇവിടെ 3.5 ഇഞ്ച് പറഞ്ഞത്. അവിടെ നിന്ന് കറക്റ്റ് അളവ് നമുക്ക് എവിടെ എത്രയാണോ നമ്മൾ ഈ അധികം വിടുന്നതല്ല, തയ്യൽ തുമ്പ് കൂടാതെ അതിൻ്റെ ആ കറക്റ്റ് അളവ് വെച്ചിട്ട് അവിടം വരെ ഇവിടെ നിന്നിൻ്റെ പകുതി മുതൽ ഇവിടം വരെ വരച്ചെടുക്കണം. അതാണ് ഇങ്ങനെ വരച്ചെടുക്കാൻ പറഞ്ഞത്. അത് ഫ്രണ്ടും ബാക്ക് നമ്മൾ ഒന്നിച്ചാണ് വെട്ടുന്നത്. അതിനുശേഷം ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 1 ഇഞ്ച് 3/4 ഇഞ്ച് വിടുന്നവരുണ്ട്. 1 ഇഞ്ച് അതും ഇതുപോലെ ഇതിങ്ങനെ കുറച്ചുകൂടെ കയറ്റി ഇതിങ്ങനെ വെട്ടുക. അതാണ് കുഴിച്ച് വരയ്ക്കാമെന്ന് പറയുന്നത് ഫ്രണ്ട് ആം ഹോൾ. അതിനുശേഷം വരച്ചത് കറക്റ്റ് എല്ലാം വെട്ടിയെടുക്കുക. നമുക്കിത് വെട്ടിയിട്ട് കാണിക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടണം. അതുകൂടി കാണിക്കാം. നമുക്കിത് ബാക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് കുഴിച്ച് വെട്ടും. രണ്ടും കൂടി ചേർത്ത് വെട്ടരുത് കേട്ടോ, അബദ്ധം പറ്റരുത്, തുണി പാഴി പോകും. ഇത് ഇവിടെ ഇങ്ങനെ
ഈ വരച്ചിരിക്കുന്നില്ലേ ഇത് അതിലൂടെ ഇങ്ങനെ വെട്ടിയെടുക്കുക. ഇവിടെ ആദ്യം 1.5 ഇഞ്ച് വരച്ചാണിത്, പിന്നെ ഇത് 1 ഇഞ്ച് ഉണ്ട് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് 1/4 ഇഞ്ചോളം പുറത്തോട്ട് കയറ്റി ഇങ്ങനെ വളച്ച് ഇങ്ങനെ വെട്ടിയെടുക്കണം. അത് വെട്ടിയിട്ട് കാണിക്കാം. അത് കണ്ടോ, ഫ്രണ്ട് ആം ഹോളും ഇത് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും എല്ലാം വെട്ടി ഇതിങ്ങ് താഴെ വരെയും വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ തയ്ക്കുമ്പോൾ വണ്ണം അനുസരിച്ച് ഷേപ്പ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ഈ ലൈനാണ് നമ്മൾ തയ്യൽ തുമ്പ്, നമ്മൾ തയ്ക്കേണ്ടത് ഈ ലൈനിലൂടെയാണ്. അത് തയ്ച്ച് ഇത് ഇത്രയും വണ്ണം ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് വണ്ണം കുറച്ച് ഇങ്ങനെ എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരുപാട് വണ്ണം കുറയ്ക്കുന്നത് ഷേപ്പ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ നെക്ക് ഇത് ഞാൻ ക്യാൻവാസിലാണ് വെട്ടുന്നത്, അതുകൂടി കാണിച്ചു തരാം. നെക്ക് വെട്ടുന്നതിന് മുമ്പ് സ്ലീവിൻ്റെ കാര്യം, സ്ലീവ് നമ്മൾ നോക്കാം. സ്ലീവിൽ ഇത്രയേ ഉള്ളൂ, ഇവിടെ ജോയിൻ്റ് വരും, അധികം വീതിയുള്ള തുണിയായിരുന്നില്ല. അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ കൈ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇവിടെ കുറച്ച് തയ്യത്തുമ്പ് വിട്ടതിന് ശേഷം ഇറക്കത്തിന് ഇങ്ങോട്ട് വെച്ച് ഇവിടെ മടക്കി തയ്ക്കാനുള്ളത് കുറച്ചുകൂടി വിടണം. ഞാനിപ്പോൾ 16 എടുക്കുന്നുണ്ട്, ഇതിപ്പോൾ 16 എടുക്കുന്നുണ്ട്. ഇത്ര മടക്കി കുറച്ച് ഇറക്കത്തിൽ വെക്കാൻ വേണ്ടിയാണത്, അങ്ങനെ എടുക്കുന്നുണ്ട്. എന്തായാലും ഇത് വെച്ച് വെട്ടരുത്, തയ്യത്തുമ്പ് വിട്ടതിന് ശേഷമേ വെട്ടാതെ 1 ഇഞ്ച് വിടണം, വിട്ടിട്ട് വെട്ടാവും. ഇവിടെ മുകളിൽ ഒരു 1/2 ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോളം വിടണം. അതിനുശേഷം ഇതിവിടെ ഇങ്ങനെ ഇതിലൂടെ ചേർത്ത് വരച്ചെടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ കാണുന്നുണ്ടോ, ഈ കളർ ചുവപ്പ് ഇല്ലാത്ത പ്രശ്നം. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ട് ആകുമ്പോൾ നമ്മൾ കുഴിച്ച് വെട്ടുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ അളവിനെടുക്കരുത്, മറുവശമായിരിക്കണം എടുക്കുന്നത്. മറുവശം അടിയിൽ വരുന്ന രീതിയിൽ ബാക്ക് ആ തയ്യലിലൂടെ ചേർത്ത് തന്നെ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് വരയ്ക്കുക. നമ്മൾ അടിയിൽ ഇങ്ങനെ വിരലിങ്ങനെ കൊടുത്തിരുന്നാൽ മതി, ഇങ്ങനെ ഇതിങ്ങോട്ട് കയറി പോകാത്ത രീതിയിൽ അതിങ്ങനെ കൊടുത്ത് ഇങ്ങനെ വരച്ചെടുക്കുക. കണ്ടോ, അതങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് വരച്ച് ഇതിങ്ങനെ അങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ തയ്യലിനോട് ചേർത്താണ് വരച്ചത്. അപ്പോൾ അത് നമുക്കൊരു കുറച്ച് 1 ഇഞ്ചോളം 1.5 ഇഞ്ചൊന്നും വേണ്ടി വരത്തില്ല. നമുക്കിത് അഴിച്ച് കുറച്ച് ആൾ കഴിയുമ്പോൾ വണ്ണം വെക്കുന്നവരാണെങ്കിലോ അങ്ങനെ തോന്നലുണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ ഒരു 1.5 ഇഞ്ചോളം വിടാം. കുറച്ചിങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ താഴെ മടക്കി തയ്ക്കുന്നതും കൂടെ ചേർത്ത് ഇങ്ങനെ എടുക്കുക. കറക്റ്റ് ഇതിങ്ങനെ കണ്ടോ, ഈസി ആയിട്ട് തയ്ക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ പക്ഷേ ഇവിടെ വെച്ചത് ഇതിനോട് ചേർത്ത് വെക്കരുത്. അത് ഇവിടെ കുറച്ച് നമ്മൾ മടക്കും, ഇവിടെ എന്തായാലും ജോയിൻറ്റ് ചെയ്യണമല്ലോ, അവിടെ വിട്ടിട്ട് വേണം. ഞാൻ അങ്ങനെയല്ലേ വെച്ചിരുന്നേ. അതെ അങ്ങനെ വെച്ചിരുന്നത്. ഇവിടെ വിടണം. അങ്ങനെ സ്ലീവ് വെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ഇരിക്കും. തയ്ച്ച് വരുമ്പോൾ താഴെ മടക്കി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഷേപ്പിൽ വരും. നമ്മൾ ലൈനിങ് വെട്ടിയിട്ടില്ലായിരുന്നു, അപ്പം ലൈനിങ്ങിന് ഈ വെട്ടിയ ടോപ്പ് ഇതിന് മുകളിൽ വെച്ചിട്ട് വരച്ച് എടുക്കണം. ഈ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്ക് പീസ് വെച്ചിട്ടേ വെട്ടാവൂ. കാരണം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ബാക്ക് പീസ് വെച്ചിട്ട് വേണം വെട്ടാൻ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇതുപോലെ വരച്ചെടുത്തിട്ട് വെട്ടാം. പിന്നെ താഴെ ഭാഗം ഇവിടെ കുറച്ച് കയറ്റി ഒരു 2.5-3 ഇഞ്ചോളം ഇവിടെ ഇത് കണ്ടോ, കുറച്ച് ലൈനിങ് കുറച്ച് കയറി നിൽക്കണം. ഒരുപാട് കയറി പോരുത്, ഒരുപാട് ഇറങ്ങിയും പോരുത്. ഇത് വെച്ച് നമുക്ക് വരച്ച് വെട്ടിയെടുക്കാം. ഇതെല്ലാം വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? എല്ലാം വരച്ചിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് വെട്ടിയെടുക്കാം. ആ ലൈനിലൂടെ വെട്ടിയെടുക്കുക. വെട്ടിയിട്ട് കാണിക്കാം. വെട്ടിയെടുത്തിട്ടുണ്ട്, ലൈനിങ് വെട്ടിയെടുത്തിട്ടുണ്ട്. സ്ലീവായി. പിന്നെ ബാക്കി ലൈനിങ് ഇത്രയേ ഉള്ളൂ. അത് ഇനി ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് സ്ലീവിനെടുക്കുക. ജോയിൻ്റ് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ ലൈനിങ്.
ഞാൻ പറഞ്ഞല്ലോ നെക്ക് ക്യാൻവാസിലാണ് തയ്ക്കുന്നതെന്ന്. ക്യാൻവാസിൽ വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഓരോരുത്തർ ഇഷ്ടമാണ് 2.5 ഇഞ്ച് തുണിയിൽ തന്നെ നമ്മളിത് ചുരിദാറിൽ തന്നെ നെക്ക് വെട്ടുകയാണെങ്കിൽ 2.5 ഇഞ്ച് മതി. അത് തയ്ച്ച് വരുമ്പോൾ കുറച്ച് അകന്ന് വരും. ഇതിപ്പോൾ അത്രയും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് 3 ഇഞ്ച് എടുക്കുകയാണ് ഞാൻ. അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ഒത്തിരി അങ്ങ് വൈഡായി പോകും. അപ്പോഴും അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം 3 ഇഞ്ച് മതി. ഇറക്കം അതിൻ്റെ ലെങ്ത് വരുന്ന ഒരു 6 ഇഞ്ച്. 6 ഇഞ്ച് മതി. അതിൽ കൂടുതലായാലും ഒരുപാട് ഇറങ്ങിപ്പോവും. പിന്നെ കുറച്ചുകൂടെ തയ്ത്ത് പോകുമല്ലോ, അപ്പോഴേക്കും അത് കുറച്ച് കുറയും. അപ്പോൾ വെട്ടിയെടുക്കാം. 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഇറക്കം ഒരു 6 ഇഞ്ച്. ഞാൻ നെക്ക് ഇത് ക്യാൻവാസിൽ വെട്ടുമ്പോൾ മിക്കവാറും ഈ റെഡ് കളർ പേനായിരിക്കും. ഈ ടേപ്പ് മുഴുവനും ചുവന്ന മഷിയായി. ഇത് അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്കെയിൽ കൊണ്ട് വരച്ചെടുക്കാം. പിന്നെ ഇവിടെ നിങ്ങോട്ട് 1 ഇഞ്ച്, പിന്നെ ഇവിടെ 6 ഇഞ്ചല്ലേ, ഇതിൻ്റെ പകുതി 3 ഇഞ്ച്. അതിനുശേഷം ഇവിടെ നിങ്ങോട്ട് ഇങ്ങനെ വരച്ചെടുക്കണം. അതിന് നമ്മൾ ഈ നേരത്തെ എടുത്ത ആ കർവ് ഉണ്ടല്ലോ, ആം ഹോൾ കർവ്, ഇത് വെച്ചിട്ട് വരച്ചാലും മതി. നല്ല ഷേപ്പിൽ കിട്ടും. ഇതിനകത്ത് തന്നെ നിൽക്കുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇവിടെ അകന്ന് പോവാതെ ഇവിടെ കുറച്ച് വൈഡാക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. കുറച്ചുകൂടി ഇറക്കി വെട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനകത്ത് തന്നെ ഡിസൈനൊക്കെ എങ്ങനെ വേണമെങ്കിലും വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ വെട്ടുന്നുള്ളൂ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങോട്ട് ഓരോ ഇഞ്ച് വീതം നമുക്ക് അടയാളപ്പെടുത്താം. ഇത് കട്ട് ചെയ്യുമ്പോൾ നേരെ വരുന്നതിന് ഇത് തെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി കഴുത്ത് ചരിഞ്ഞു പോയാൽ എല്ലാം ചുരിദാറേ കുളമായി പോകും. അപ്പോൾ അതിൻ്റെ ചുരിദാറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ നെക്കിലാണ്. അത് നേരായി ശരിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ബാക്കിയെല്ലാം ഈസിയാണ്. ഇത് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. നമുക്കിത് പിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഈ പിന്നും എടുക്കാം, അല്ലെങ്കിൽ സേഫ്റ്റി പിന്നായോ പിന്നും എടുക്കാം, അല്ലെങ്കിൽ മുട്ടുപിന്നായിരുന്നാലും മതി. എൻ്റെ 2 കൈയും പരിക്ക് പറ്റിയതാണത്. എൻ്റെ ചോക്കിൻ്റെതെല്ലാം പറ്റി. അവിടെ തുണി കട്ട് ചെയ്യാനൊക്കെ പാടാതാണ്. ഞാൻ കാണിക്കായിരുന്നു. തുണി കട്ട് ചെയ്യുമ്പോഴൊക്കെ പാടുപെട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കത്രിയെ പിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. കട്ട് ചെയ്യുന്നതെല്ലാം കാണിച്ച ആവശ്യമില്ലാതെ കുറേ വീഡിയോയ്ക്ക് കുറേ ലെങ്ത് കൂട്ടാമെന്നല്ലാതെ വേറെ കാര്യം കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഈ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തില്ല. ഒരു കാര്യം വിട്ടുപോയി. ഇവിടെ ഒരു ലൈൻ കൊടുക്കണം. ഇത് ചെറുതായിട്ട് വീതി കുറച്ച് അതെന്തിനാണെന്നറിയുമോ? ഇതിവിടെ ഇങ്ങനെ മുഴുവനും കട്ട് ചെയ്തെടുക്കത്തില്ല. അങ്ങനെ എടുത്താൽ കാണിക്കാം. കട്ട് ചെയ്തിട്ട് കാണിക്കാം. എൻ്റെ കൈ ഇതിപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്താൽ ഇതങ്ങ് അകന്നു പോകും. നമ്മളിത് തുണിയിൽ വെച്ച് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ചുരിദാറിൽ വയ്ക്കുന്നത്. ഇതിപ്പോൾ കഴുത്ത് അകന്നു പോകാതെ നല്ലതുപോലെ ഇങ്ങനെ ഇരിക്കും. അതിന് വേണ്ടിയാണ് അതങ്ങനെ ചെയ്തത്. അത് നിങ്ങൾ തയ്ക്കുമ്പോൾ അത് മനസ്സിലാവും. ഇനി ഇതിന് ബാക്ക് നെക്കും കൂടി കട്ട് ചെയ്യുക. ഞാനതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്. മറ്റതുപോലെ തന്നെ 3 ഇഞ്ച് എടുത്ത് ഇറക്കം കൂടുതലെടുക്കുക. ഞാൻ 3.5 എടുത്തിട്ടുള്ളൂ. 3.5 ഇഞ്ച്. 4 എടുക്കേണ്ടവർക്ക് 4 എടുക്കാം. കൂടുതൽ ഇറക്കം വേണ്ടുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിപ്പം 3.5 എടുത്തിട്ടുള്ളൂ. എനിക്ക് അത്രയും മതി.
വേണ്ട. അപ്പോൾ 2 നെക്കുമായി. അപ്പോൾ നെക്ക് തയ്ക്കുന്നതിന് വേണ്ടി വെട്ടിച്ചൊരു ക്യാൻവാസ് അതൊരു തുണിയിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. ഇതിപ്പം പാൻറ്റ് തയ്ച്ചതിൻ്റെ ബാക്കി തുണിയാണ്. ലൈനിങ്ങിൻ്റെ ബാക്കി ഉണ്ടായിരുന്നാലും അതും കുഴപ്പമില്ല, ടോപ്പിൻ്റെ ഏതായിരുന്നാലും മതി. ഇതിപ്പോൾ ഞാൻ പാൻറ്റിൻ്റെ തുണിയാണ് എടുത്തത്. എന്നിട്ട് അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിൻ്റെ വെച്ച് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോഴേക്കും ചൂട് കൊണ്ട് അതങ്ങ് അതിൽ ഒട്ടിപ്പിടിക്കും. അതിൻ്റെ പശയുള്ള ഭാഗം അടിയിലാക്കി വേണം വയ്ക്കാൻ. ഇത് എന്തിനാ വെച്ചതെന്ന് പറഞ്ഞില്ല, പിന്നെ പറയാമെന്ന്. ഇതിങ്ങനെ ഇല്ലാതെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ തുണിയിൽ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് അകന്നു പോകാൻ സാധ്യതയുണ്ട്. അറിയാൻ വയ്യാത്തവർ തയ്ക്കുമ്പോൾ ചിലപ്പോൾ അകന്നു പോകും, കഴുത്തിൻ്റെ അകലം അപ്പോൾ കൂടിപ്പോവും. അപ്പോൾ ആകെപ്പാടെ വൃത്തികേടായി പോകും ചിലപ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ ഇതിനപ്പുറം ഇതിങ്ങനെ വരിഞ്ഞ് വരത്തില്ല. അതിനാണ് അതങ്ങനെ വെച്ചത്. നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. ഇനി അത് മാറ്റിയിട്ട് ഇതിൻ്റെ ബാക്ക് പീസ്, അത് ഫ്രണ്ടിലേക്കുള്ളതാണ് നമ്മൾ എടുത്തത്. ഇതിപ്പം ബാക്കിലേക്ക് ഈ പശയുള്ള ഭാഗം കണ്ടോ, ഇത് ഒരു തിളക്കം കാണും, ക്യാമറയിൽ കാണുന്നില്ലെന്ന് തോന്നുന്നു. അത് അടിയിലാക്കി ഇതുപോലെ മറ്റതുപോലെ തന്നെ ഇതും അയൺ ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് 2ൻ്റെ. അതിനുശേഷം നമുക്കിത് ഇതിലൂടെ തയ്ച്ചെടുക്കണം. ഒരടി അടിച്ചെടുക്കണം. ഇതിങ്ങനെ അയൺ ചെയ്ത് വെച്ചിട്ട് തയ്ച്ചാലും കുഴപ്പമില്ല. ഇതിങ്ങനെ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ നന്നായിട്ട് പിടിച്ച് വെച്ചെങ്കിൽ തയ്ച്ചെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ തയ്ക്കുന്നേ ഉള്ളൂ, തയ്ക്കുന്നില്ല. അപ്പോൾ അത് തയ്ച്ചിട്ട് വരാം. അങ്ങനെ ഫ്രണ്ടും ബാക്കും കഴുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ, സൈഡ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ടോപ്പിലേക്ക് വെച്ച് പിടിപ്പിക്കണം. ഫ്രണ്ടിലും ബാക്കിലും ഇതിൻ്റെ സെൻറ്റർ പിടിച്ച് ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതിൻ്റെയും സെൻറ്ററിൽ നിന്ന് അടുക്ക് മടക്കി വെച്ചിരിക്കുകയല്ലേ അവിടെ, എന്നിട്ട് അത് വെച്ച് തയ്ച്ച് പിടിപ്പിക്കാം. തയ്ച്ചിട്ട് കാണിക്കാം. ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ഫ്രണ്ട് പീസിൽ ഈ ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് ചേർത്തടിക്കണം. ലൈനിങ് ചേർത്തടിച്ചിട്ട് കൊണ്ടുവരാം. അതിന് ശേഷമാണ് നെക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ഷെയർ ചെയ്തൊന്നും പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. പെട്ടെന്ന് അവിടെ നിന്ന് പുറപ്പെടാൻ സമയമായി. അവർ കല്യാണത്തിനാണ് കേട്ടോ പോകുന്നത്. പുറപ്പെടാനൊക്കെ സമയമായി, ഇപ്പോൾ ഇറങ്ങാൻ സമയമായിപ്പം. അതുകൊണ്ട് അത് ഒന്നും സമയമില്ല. അപ്പം പെട്ടെന്ന് ഇതിങ്ങനെ എടുത്തതാണ്. ഇതിങ്ങനെ ബാക്കി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. തയ്ക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതിനകത്ത് തയ്ക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല. തയ്ച്ചിട്ടതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ അതൊന്ന് കാണിക്കാൻ നേരം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിർത്തണം. അപ്പോൾ എല്ലാവരും ലൈക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.